യുഎസ് ഷട്ട്ഡൌൺ 39-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ വ്യോമയാന മേഖലയിൽ വൻ പ്രതിസന്ധി. 1000 വിമാന സർവീസുകൾ റദ്ദാക്കി. ജീവനക്കാരുടെ കുറവ് കാരണം നിരവധി വിമാനത്താവളങ്ങളിൽ യാത്രക്കാരുടെ നീണ്ട നിര അനുഭവപ്പെട്ടു. അതേസമയം ഷട്ട്ഡൌൺ 39-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും ഡെമോക്രാറ്റുകളുടെ ഒരു ആവശ്യവും ട്രംപ് അംഗീകരിച്ചിട്ടില്ല. ന്യൂക്ലിയർ ഓപ്ഷൻ ഉപയോഗിച്ച് ഫിലിപ്സ്റ്റൺ ചട്ടം റദ്ദാക്കാൻ പ്രസിഡന്റ് റിപ്പബ്ലിക്കൻസിനോട് ആഹ്വാനം ചെയ്തു. അജയ് സുധാ ബിജു നമുക്കൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അജയ്, ഈ പ്രശ്നം പരിഹാരം, ഈ ഷട്ട്ഡൌൺ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് ഒരു 39 ദിവസമായിട്ടും ഒരു നടപടിയിലേക്കും കാര്യങ്ങൾ എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ട്രംപിനെ സംബന്ധിച്ച് വലിയ ഒരു പരാജയം എന്ന് തന്നെ പറയാം. ഇതിപ്പോൾ സാധാരണക്കാരായ എത്രയോ മനുഷ്യരാണ് വലയുന്നത്, അല്ലേ? തീർച്ചയായിട്ടും ആര്യ, ഇപ്പോൾ ട്രംപിൻ്റെ ഒരു കടുംപിടുത്തം അത് തന്നെയാണ് ഇത്തരത്തിലൊരു ഷട്ട് ഡൗൺ, അത് 39 ദിവസം നീണ്ട് ഇങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ട്രംപും അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഡെമോക്രാറ്റിക് പാർട്ടിയും അവരും ഒരു തരത്തിലുള്ള ഒരു സമ്മർദ്ദത്തിനും, റിപ്പബ്ലിക്കൻസിൻ്റെ ആണെങ്കിലും അവരുടെ യാതൊരു സമ്മർദ്ദങ്ങൾക്കും വഴങ്ങാതെ അവരുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു സ്റ്റാൻഡാണ് ഡെമോക്രാറ്റുകളും എടുത്തിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രധാനമായിട്ടും ഈ ധനാനുമതി ബില്ലിൽ ഈ ആരോഗ്യ ഇൻഷുറൻസ് സേവനങ്ങൾ ഉൾപ്പെടുത്തണം എന്നതാണ് ഡെമോക്രാറ്റുകളുടെ പ്രധാനപ്പെട്ട ആവശ്യം. ആരോഗ്യ ഇൻഷുറൻസ് സേവനങ്ങളുടെ അത് നികുതി ഇളവുകൾ, അത് ഈ സാമ്പത്തിക വിഭാഗങ്ങൾക്ക്, അത് ഈ സാമ്പത്തികമായി താഴേക്ക് നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് അത് തീർച്ചയായിട്ടും അനിവാര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ 20 മില്യൺ ജനങ്ങൾക്ക് ഉപയോഗം വരുന്ന ഇത്തരം കാര്യങ്ങൾ അത് ധനാനുമതി ബില്ലിൽ ഉൾപ്പെടുത്തണം എന്നൊരാവശ്യം അത് ഡെമോക്രാറ്റുകൾ ഉന്നയിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ഇത് സാധിക്കില്ല എന്നുള്ളൊരു കടുംപിടുത്തം അത് തന്നെയാണ് റിപ്പബ്ലിക്കൻസിനെ അല്ലെങ്കിൽ ട്രംപിനെ ഇത്തരമൊരു ഷട്ട് ഡൗൺ, അത് 39 ദിവസം നീളുന്ന ഈ ഒരു ഇതിലേക്ക് എത്തിച്ചത്. എന്നാൽ ഇതിൽ നമ്മൾ നോക്കേണ്ട മറ്റൊരു കാര്യം, ഫിലിബസ്റ്റർ ചട്ടം എന്ന് പറയുന്ന ഒരു കാര്യം അമേരിക്കയിൽ നിലനിൽക്കുന്നുണ്ട്. അതായത് ഈ ധനാനുമതി ബില്ല് ഇവിടെ പാർലമെൻറ്റിൽ പാസ്സാക്കാൻ ഏറ്റവും കുറഞ്ഞത് 60 വോട്ടാണ് വേണ്ടത്. ഇപ്പോൾ നിലവിൽ റിപ്പബ്ലിക്കൻസിനുള്ളത് 53 വോട്ടാണ്. അതായത് 7 ഡെമോക്രാറ്റുകളുടെ പിന്തുണ കൂടി റിപ്പബ്ലിക്കൻസിന് വേണം. എന്നാൽ മാത്രമേ ഈ ഫിലിബസ്റ്റർ ചട്ടം അനുസരിച്ച് ഈ നിയമം പാസ്സാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഫിലിബസ്റ്റർ ചട്ടം തന്നെ അങ്ങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആലോചനകളാണ് ട്രംപ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതിനുവേണ്ടി റിപ്പബ്ലിക്കൻസിനോട് അദ്ദേഹം ആഹ്വാനം ചെയ്യുകയാണ്. നിങ്ങൾ ഫിലിബസ്റ്റർ ചട്ടം നിർത്തലാക്കാൻ വേണ്ടി വോട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മൾ സ്വപ്നം കാണുന്ന ഒരു ഡ്രീം അമേരിക്ക അത് അച്ചീവ് ചെയ്യാൻ സാധിക്കൂ. ഇല്ലെങ്കിൽ ഈ ഡെമോക്രാറ്റുകളുടെ വഴിയെ പോവുകയാണെങ്കിൽ നാളെ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഓഫീസിലേക്ക് തന്നെ തിരിച്ചു വരാൻ സാധിച്ചേക്കില്ല എന്നൊരു ഭീഷണിയും ട്രംപ് മുഴക്കുന്നുണ്ട്. അപ്പോൾ ഈ ട്രംപ് സമ്മർദ്ദം ചെലുത്തി ഈ റിപ്പബ്ലിക്കൻസിനെ കൊണ്ട് ഈ ഫിലിബസ്റ്റർ ചട്ടം ഒഴിവാക്കി ഈ 60 വോട്ട് എന്ന നിബന്ധന അത് എടുത്തു കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആലോചനയാണ്. നിലവിൽ റിപ്പബ്ലിക്കൻസിന് തന്നെയാണ് ഭൂരിപക്ഷമുള്ളത്. എന്നാലും ഈ 60 വോട്ട് എന്ന് പറയുന്ന ഒരു മാർജിൻ അവർക്ക് കഴിയണം. എന്നാൽ മാത്രമേ ഈ ധനാനുമതി ബില്ല് പാസ്സാക്കിയെടുക്കാനും ഈ ഷട്ട് ഡൗൺ ഒഴിവാക്കാനും സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നിലവിൽ ഇത് കാരണം വ്യോമയാന മേഖലയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടിരിക്കുന്നത്. 10% ആഭ്യന്തര വിമാന സർവീസുകൾ വെട്ടിക്കുറച്ചു. 1000 വിമാനങ്ങൾ ഇത് കാരണം റദ്ദാക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിവരം ലഭിക്കുന്നത്. ഇത് ധനാനുമതി ബില്ല് പാസ്സാകാതെ ഷട്ട് ഡൗൺ തുടരുകയാണെങ്കിൽ ഈ 10% കട്ടെന്നുള്ളത് 15%ത്തിലേക്കും 20%ത്തിലേക്കും ഉയരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. കൂടുതൽ ഇത് പോവുകയാണെങ്കിൽ ഇത് അന്താരാഷ്ട്ര വിമാനങ്ങളെ ഉൾപ്പെടെ ബാധിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ അത് ഇന്ത്യക്കാരെ ഉൾപ്പെടെ മോശമായി ബാധിക്കും സാധ്യതയുണ്ട്. പ്രധാനമായിട്ടും എയർ ട്രാഫിക് കൺട്രോൾ സിസ്റ്റത്തിലുള്ള ആളുകൾ, അതുപോലെ തന്നെ വിമാനത്തിലെ സുരക്ഷാ ജീവനക്കാർ, ഇവർക്കെല്ലാവർക്കും ശമ്പളം കൊടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഇവരോടെല്ലാം ദീർഘകാല അവധിയിൽ പോകാൻ ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ദീർഘകാല അവധിയെല്ലാം കാരണമാണ് ഈ ഒരു പ്രതിസന്ധി അത് വ്യോമയാന മേഖലയെ കൂടുതൽ ബാധിച്ചത്. തീർച്ചയായും. അജയ് സുധാ ബിജു ആണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നു.